ഇന്ന് നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്. കാരണം കുറഞ്ഞൊരു സ്ഥലത്തിൽ നിന്നിട്ട് അല്ലെങ്കിൽ ചെറിയൊരു പോട്ടിൽ നിന്നിട്ട് ഒരുപാട് നമുക്ക് തിങ്ങി നിറഞ്ഞ് ജമന്തിയുടെ മുട്ടുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ഹൈബ്രിഡ് ഇനത്തിലാട്ടോ നഴ്സറിയിലൊക്കെ കാണുന്നതിൽ കൂടുതൽ പൂമുട്ടുകൾ എങ്ങനെയാണ് ഈ ഒരു ചെടിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. ഒരു ഈർക്കിൾ വെച്ചിട്ടാണ് നമ്മൾ ഇത്രയധികം പൂമുട്ടുകൾ ഈ ചെടിയിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. അതേപോലെ തന്നെ സീറോ കോസ്റ്റിൽ നമുക്ക് വീട്ടിൽ നിന്ന് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു വളമാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കി നമുക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇത്രയധികം റിസൾട്ട് കിട്ടാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ഒരു കീടനിയന്ത്രണം നമ്മളിതിന് ചെയ്തു കൊടുക്കണം. തീർച്ചയായിട്ടും നല്ല രീതിയിൽ കീടങ്ങൾ ആക്രമിക്കും. ഒരുപാട് പൂമുട്ടുകൾ വന്നാലും അത് വിരിയാത്തൊരു പ്രശ്നം വരും. അതിനൊക്കെ പരിഹാരമുണ്ട്. അതേപോലെ തന്നെ നഴ്സറിയിൽ നിന്ന് മേടിക്കുന്ന നമ്മുടെ ജമന്തിയുടെ ഒരുപാട് തൈകൾ നമ്മൾ എങ്ങനെയാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്, അത് അഴുകിപ്പോകാതെ പെട്ടെന്ന് വേര് പിടിച്ച് വരാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെ ഒട്ടനവധി പ്രോ ടിപ്സുകൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നുണ്ട്. 2 സെക്കൻഡ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അടിയിൽ ചുമന്ന അക്ഷരത്തിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതി കാണിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലെങ്കിൽ അവിടെ ബെല്ലൈക്കൺ കാണിക്കുന്നുണ്ടെങ്കിൽ ഓൾ എന്നുള്ള ഓപ്ഷനിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കാൻ മറന്നു പോകരുത്. കാരണം ഇത് ഫ്രീ ആയിട്ട് യൂട്യൂബ് അനുവദിക്കുന്നതാണ്. ഓരോ ചാനലും ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളത് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. ഇതേപോലെ നമ്മൾ ഈർക്കിൾ വെച്ചിട്ട് ചെയ്തു കൊടുത്ത സമയത്താണ് നമുക്ക് ഒരുപാട് പൂമുട്ടുകളും പൂക്കളും വന്നിട്ടുള്ളത്. അതിൻ്റെ അടിയിൽ നിന്ന് കുഞ്ഞ് ബേബി പ്ലാന്റുകളും വരുന്നത് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് എത്രണ്ണാണ് ഒരു പോട്ടിൽ നിർത്താൻ പറ്റുക? 8 ഇഞ്ചൊക്കെ ആണെങ്കിൽ നമുക്കൊരു 4ഓളം നല്ല കരുത്തുള്ള തൈകൾ നിർത്തി കൊടുക്കണം, നമ്മൾ ഈർക്കിൾ വെച്ച് ഇങ്ങനെ ചെയ്തു കൊടുത്താൽ. അപ്പോൾ ഇതേപോലുള്ളൊരു പ്ലാന്റിലാണ് നമ്മളിത് ചെയ്തു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതേപോലെ ചെയ്തു കൊടുത്തിട്ട് കണ്ടോ, അടിഭാഗത്തു നിന്നൊക്കെ നമുക്ക് വേരുകൾ വരും. ഒരുപാട് ബ്രാഞ്ചുകൾ കണ്ടോ നമുക്ക് നല്ല കരുത്തുള്ളത് വരികയും ചെയ്യും. അപ്പം ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഒരുപാട് തൈകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ പറിച്ച് നട്ടതാണ്. നല്ലൊരു ഇനത്തിൽപ്പെട്ട ഒരു ഹൈബ്രിഡ് ജമന്തിയാണിത്. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ചെയ്ത് ഒരുപാട് ബ്രാഞ്ചുകൾ ഉണ്ടാക്കാനും അതിലൊക്കെ പൂക്കൾ തിങ്ങി നിറഞ്ഞ് വരികയും ചെയ്യും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. അപ്പം നഴ്സറിയിൽ നിന്ന് നമ്മൾ മേടിക്കുന്ന ഓരോ ജമന്തി ചെടിയുടെ തൈകളും ഉണ്ടാക്കുന്നത് ഇതേപോലെ ചെറിയ കമ്പുകൾ കുത്തി മുളപ്പിച്ചിട്ടാണ്. അപ്പം നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ അതിൻ്റെ ആ പൂക്കളൊക്കെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം. ഒരു 10-15 ദിവസമൊക്കെ പൂക്കൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ പൂക്കളൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. എങ്കിലാണ് നമുക്ക് അടിയിൽ നിന്ന് ഇതേപോലെ നല്ല ബ്രാഞ്ചുകളും പുതിയ തൈകളും കിട്ടുകയുള്ളൂ. അപ്പം നമുക്ക് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ അടിയിൽ നിന്ന് പുതിയ തൈകൾ വരും. അത് നമ്മൾ ഇതേപോലെ ഒന്ന് വളച്ചു വെച്ച് കൊടുക്കാനായിട്ട് ശ്രമിക്കണം. ഇങ്ങനെ വളച്ചു വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഹൈറ്റായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ ഇതൊന്ന് ഈർക്കിൾ വെച്ചൊന്ന് നമുക്ക് പിൻ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ പിൻ നമ്മൾ ചെയ്ത് കൊടുക്കുക എങ്ങനെയാണെന്ന് നോക്കാം. ഇതേപോലെ നമുക്ക് പച്ച ഈർക്കിളൊക്കെ ഇഷ്ടം പോലെ എല്ലാ സ്ഥലങ്ങളിലും കിട്ടുമല്ലോ. അതൊന്നും എടുത്തിട്ട് നമുക്ക് റൗണ്ട് ഷേപ്പിലാണ് ചട്ടിയുടെ കുറച്ചിങ്ങോട്ട് മാറ്റി വെച്ച് നമുക്ക് 2 ഇഞ്ച് മാറ്റി വെച്ച് നമുക്ക് നടുക്ക് വട്ടത്തിലൊന്ന് നമുക്കിതൊന്ന് പിൻ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് പിൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പിൻ ചെയ്ത് കൊടുത്തത് കൊണ്ട് മാത്രം നമുക്ക് എന്ത് കിട്ടില്ല? ഒരുപാട് ബ്രാഞ്ചുകൾ കിട്ടില്ല. സ്കിപ്പ് ചെയ്യരുത്. ഓരോ പോയിന്റും കറക്റ്റായിട്ട് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് നന്നായിട്ട് നമുക്ക് നഴ്സറിയിലൊക്കെ ഉള്ളതുപോലെ തന്നെ ഇത് വളർത്തിക്കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ എത്തുന്ന സമയത്ത് ആ ഒരു ഏറ്റവും എൻഡ് ഭാഗത്ത് എത്തുന്ന സമയത്ത് ഒരു 4 ഇല അപ്പുറത്ത് എത്തുമ്പോൾ നമ്മളവിടെ കുറച്ച് വണ്ണം കൂടിയ ഒരു കമ്പ് കുത്തി കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമുക്ക് അതിൻ്റെ ഒരു 2 ഇല എത്തുന്ന ഒരു സ്ഥലം ഉണ്ടാവുമല്ലോ, അവിടെ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ തൂമ്പ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം. ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി കൊടുത്തെങ്കിൽ മാത്രമാണ് നമുക്ക് ഓരോ നോഡിൽ നിന്നിട്ടും നമുക്ക് വേറെ അടിയിലേക്ക് ഇറങ്ങുകയുള്ളൂ. അതേപോലെ തന്നെ ഓരോ നോഡൊന്നും കൂടുതൽ ബൂസ്റ്റായിട്ട് നമുക്ക് നല്ല ബ്രാഞ്ചുകൾ മുകളിലേക്ക് വരുള്ളൂ, കുഞ്ഞു കുഞ്ഞു ബേബി പ്ലാന്റുകൾ. ഇങ്ങനെ വന്നെങ്കിലാണ് നമുക്കിതിൽ നന്നായിട്ട് പൂക്കൾ കിട്ടുള്ളൂ. ഇനി നമ്മൾ ടിപ്സുകൾ കഴിഞ്ഞിട്ടില്ല. കാരണം ഇതിൻ്റെ ആ ഒരു ഓരോ നോഡൊന്നും അടിഭാഗത്തേക്ക് നന്നായിട്ട് ബൂസ്റ്റായിട്ട് നമുക്ക് വേര് കൂടി ഇറങ്ങിപ്പോകണം. എങ്കിലാണ് നമുക്ക് ഇതിന്ന് വരുന്ന ആ ഒരു ബ്രാഞ്ചുകൾ നന്നായിട്ട് നമുക്ക് പൂക്കൾ തരികയും മൊട്ടുകളൊക്കെ തരികയുള്ളൂ. അതിന് വേണ്ടിയിട്ട് നല്ല പൊടിഞ്ഞ മണ്ണ് എടുക്കുക നമുക്ക്. അതേപോലെ തന്നെ ചാണകപ്പൊടി എടുക്കുക. പിന്നെ ചകിരിച്ചോറുണ്ടെങ്കിൽ വളരെയധികം നല്ലതാണ് കേട്ടോ. അപ്പം ഈ 3 സംഭവം എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതേ ഒരു തണ്ട് മൂടുന്ന രീതിയിൽ നമുക്ക് തണ്ടിൻ്റെ തൊട്ട് മുകളിൽ വരെ എത്തുന്ന രീതിയിൽ നമുക്ക് മണ്ണ് കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് ചെയ്തു കൊടുക്കേണ്ടത് ബൂസ്റ്റായിട്ട് നമുക്ക് ഏകദേശം ഒരു 10-15 ദിവസമൊക്കെ കഴിയുമ്പോൾ തന്നെ നമുക്ക് വേറെ അടിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങും ഈ വളച്ചു വെച്ചിട്ടുള്ള കമ്പിൽ നിന്നിട്ട്.
അപ്പോൾ പെട്ടെന്ന് നമുക്ക് കരുത്തുള്ള നല്ല നല്ല ബ്രാഞ്ചുകൾ അതിൽ വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കപ്പ് ചാണകം, പച്ചച്ചാണകമായാലും കുഴപ്പമില്ല, ഉണക്കച്ചാണകമായാലും കുഴപ്പമില്ല, 3 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ഒഴിച്ച് വെക്കുക. നന്നായിട്ട് അടച്ചു വെക്കണം. ഒരു 5-6 ദിവസം അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കുക കേട്ടോ. ഇളക്കിയിട്ട് നമുക്ക് ഒരു കപ്പ് വെച്ചിട്ട് നമുക്ക്, അല്ലെങ്കിൽ ഒരു 1/2 കപ്പ്, ഒരു പോട്ടിൻ്റെ വലുപ്പമൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇത് നമ്മൾ ഓരോ 10 ദിവസം ഇടവിട്ടും ചെയ്തു കൊടുക്കണം. പിന്നെ നമ്മൾ ഒരു പ്രാവശ്യം ഇത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഴത്തിൻ്റെ തോല് വെള്ളത്തിലിട്ട് വെച്ചിട്ടോ, അല്ലെങ്കിൽ ഉള്ളിത്തോട് വെള്ളത്തിലിട്ട് ഇതേപോലെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചതൊക്കെ എടുത്തിട്ട് നമുക്ക് അടുക്കള വെജിറ്റബിൾ സ്ലറികൾ ഉണ്ടാക്കിയിട്ട്, കമ്പോസ്റ്റുകൾ, ഇങ്ങനെ ഒരുപാട് നല്ല നല്ല വളങ്ങൾ നമുക്ക് ഈ ഒരു ജമന്തി ചെടിക്ക് ചെയ്തു കൊടുത്തെങ്കിൽ മാത്രമാണ് നമുക്ക് ഇതിൽ കൂടുതൽ പൂക്കൾ കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ ഇതിങ്ങനെ മുട്ടൊക്കെ വന്ന് നിൽക്കും, പക്ഷേ വിരിയാതെയായിപ്പോവും. അതേപോലെ തന്നെ ഒരു 6 മണിക്കൂറെങ്കിലും വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്ത് നമ്മൾ ഈ ഒരു ചെടി വെക്കാനായിട്ട് ശ്രമിക്കണം. നന്നായിട്ട് വെള്ളം കൂടി നനച്ചു കൊടുക്കണം. അതേപോലെ തന്നെ പെട്ടെന്ന് ഡ്രെയിനായി ഔട്ടായിട്ട് പോകുന്ന ഒരു പോട്ടി മിക്സ് തയ്യാറാക്കിയിട്ട് വേണം ഇത് നട്ടു കൊടുക്കാൻ. കണ്ടോ, ഇങ്ങനെ ചെയ്ത സമയത്ത് നമുക്ക് നന്നായിട്ട് തന്നെ ബൂസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേണമെങ്കിൽ പ്രൂൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്കൊരു 1/2 അടി 6 ഇഞ്ച് ഹൈറ്റിലൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ തൂമ്പ് നുള്ളി കൊടുത്താൽ പിന്നെയും കൂടുതൽ ബ്രാഞ്ചുകൾ വരും. അപ്പോൾ നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ മേടിച്ച് കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ പറഞ്ഞല്ലോ, ഈ ഒരു പൂക്കൾ കുറച്ച് ദിവസം കണ്ടു കഴിയുമ്പോൾ തന്നെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. അത് കരിഞ്ഞു പോകാനായിട്ട് അനുവദിക്കരുത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തു കഴിയുമ്പം അതിന് പുതിയ പുതിയ ബ്രാഞ്ചുകൾ, ചിലപ്പം നല്ല തെഴുപ്പുകൾ വരും, അല്ലെങ്കിൽ അടിഭാഗത്തു നിന്ന് പുതിയ തൈകൾ വരും. ഈ തൈകൾ മുകളിലേക്ക് വന്നു കഴിയുമ്പം അതിൻ്റെ തൂമ്പൊന്ന് നുള്ളി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതേപോലെ അതിന് ഒരുപാട് ബ്രാഞ്ചുകൾ ബേബി പ്ലാന്റുകളായിട്ട് ഇങ്ങനെ വരും ഓരോ നോഡിൽ നിന്നിട്ടും. അതിൽ നമുക്ക് ഇതേപോലെ നന്നായിട്ടൊന്ന് ഉറുമ്പ് പൊടി തുണിയിൽ കെട്ടിയിട്ടോ, അല്ലെങ്കിൽ നമ്മുടെ പൗഡറിൻ്റെയൊക്കെ ഇത് വരുമല്ലോ ഡപ്പ, അതിൽ ഇട്ടിട്ടോ ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് കുടഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. നല്ല എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ കുടഞ്ഞു കൊടുക്കണം. കാരണം ഇത് മുരടിപ്പ് വളരെയധികം വരുന്നൊരു ചെടിയാണ്. ബാക്ടീരിയൽ, ഫംഗൽ, വൈറസ് ഇൻഫെക്ഷൻ ഒക്കെ വരുന്നൊരു ചെടിയാണ്. നല്ല കെയറിങ് ഉണ്ടെങ്കിലാണ് ഇത് വളരുള്ളൂ. അപ്പോൾ നമുക്ക് ഇതേപോലെ ആ കമ്പ് മുറിച്ചെടുത്ത് ഓരോ നോഡിൻ്റെയും മുകളിൽ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. അങ്ങനെ ഓരോ ബ്രാഞ്ചുകളും കട്ട് ചെയ്തെടുക്കുക. ഒരു മദർ പ്ലാന്റിൻ്റെ ആ ഒരു പീസ് അതിൽ നിർത്തിക്കൊണ്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. എന്നിട്ട് നമ്മൾ ഈ ഒരു അതിന് വന്നിട്ടുള്ള ആ ബ്രാഞ്ചിൻ്റെ ഓരോ നോഡും മണ്ണിൻ്റെ അടിയിലെത്തുന്ന ഒരു രീതിയിൽ വേണം ഇത് നമുക്ക് നട്ടു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പോട്ടി മിക്സ് ഇതേപോലെ തന്നെയാണ്. നമുക്ക് ചാണകപ്പൊടിയും മണ്ണും നമ്മുടെ ചകിരിച്ചോറും ഒരേ അനുപാതത്തിൽ എടുത്തിട്ട് ഒരു പോട്ടി മിക്സ് തയ്യാറാക്കുക. നിങ്ങൾക്ക് കരിയില കമ്പോസ്റ്റ്, അടുക്കള വേസ്റ്റ് കമ്പോസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. കമ്പോസ്റ്റുകളൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ ഇതേപോലെ നട്ടെടുക്കുക. നട്ടെടുത്തതിന് ശേഷം ഇത് തണലത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. 1 മാസത്തോളം നമ്മൾ തണലത്ത് വെക്കുക. ഇതിൽ പുതിയ പുതിയ ഇലകൾ വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വളം ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോഴത്തേനൊക്കെ വേര് വന്നിട്ടുണ്ടാവും, പുതിയ ഇലകൾ വരാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ഇതിൽ നന്നായിട്ട് ഓരോ 10 ദിവസത്തിനും നമ്മൾ കൃത്യമായിട്ട് വളം ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. എങ്കിലാണ് നമുക്ക് ഇതിൽ കൂടുതൽ പൂക്കൾ കിട്ടുള്ളൂ. ഇത് നമ്മൾ നനച്ച് ആദ്യം നമ്മൾ കമ്പ് കുത്തി മുളയ്ക്കുന്ന സമയത്ത് നമ്മൾ നനച്ചിട്ട് പിന്നെ ഒന്ന് നല്ല രീതിയിലൊന്ന് ആ ഒരു വെള്ളം വാർന്നു പോയതിന് ശേഷം, സോയിൽ ഡ്രൈ ആയതിന് ശേഷം പിന്നീട് നമ്മൾ വെള്ളം നനയ്ക്കാൻ പാടുള്ളൂ. അപ്പോൾ അവസാനം വരെ കണ്ടവർക്കൊരു പ്രോ ബോൺസ് ടിപ്പ് കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ മുറുക്കാൻ ഷോപ്പിൽ നിന്നൊക്കെ നമുക്ക് തീർച്ചയായിട്ടും മേടിക്കാൻ കിട്ടും ചുണ്ണാമ്പ്, അല്ലെങ്കിൽ നമുക്ക് നീറ്റ് കക്ക എന്ന് പറയും. അത് കുറച്ച് കോസ്റ്റ്ലി ആണ്, വില കൊടുത്ത് കുറച്ച് വില കൂടുതലാണ്. അപ്പോൾ 5 രൂപയോ 2 രൂപയോ കൊടുത്താൽ നമുക്ക് ചുണ്ണാമ്പ് കിട്ടും. ഒരു സ്പൂൺ എടുക്കുക, 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ഇതിൻ്റെ ചുവട്ടിൽ മാസത്തിൽ ഒരു പ്രാവശ്യം ഒഴിച്ചു കൊടുക്കണം. അതേപോലെ തന്നെ ഇലയിൽ നന്നായിട്ടൊന്ന് നമ്മൾ ഇത് തെളിച്ചു കൂടിയും കൊടുക്കുക കേട്ടോ. എങ്കിൽ നമുക്ക് ഒരുപാട് രോഗങ്ങളൊക്കെ മാറി കിട്ടാനും നന്നായിട്ട് തഴച്ചു വളർന്നാനും സഹായിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും കമൻറ്റും ചെയ്യാനും നമ്മുടെ ഇൻസ്റ്റാ, ഫേസ്ബുക്ക് പേജ് നിങ്ങൾക്ക് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഗാർഡനിങ്ങിനെ കുറിച്ചിട്ട് എല്ലാ ദിവസവും ന്യൂ അപ്ഡേറ്റുകൾ അതിൽ വരുന്നതാണ്. നിങ്ങൾക്ക് എല്ലാതും കാണാവുന്നതാണ്. അപ്പം നല്ലൊരു കണ്ടൻറ്റും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ തൽക്കാലത്തേക്ക് വിട ചോദിക്കുന്നു. ബൈ ബൈ.